ന്യൂയോർക്കിൽ ഭാരതീയരെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ന്യൂയോർക്കിലെ ഭാരതീയരെ ഒന്നാകെ ആവേശം കൊള്ളിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ മണിക്കൂർ നീണ്ടുനിന്ന പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. ഭാരതം അതിൻ്റെ സാമ്പത്തിക ശക്തിയിലേക്ക് ഉയരാനുള്ള പ്രയാണം, അതേപോലെ തന്നെ 5Gയിൽ നിന്നും 6Gയിലേക്കുള്ള പ്രയാണം, അമേരിക്കയും ഭാരതവും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ദൃഢമായി ഉറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളെല്ലാം നരേന്ദ്രമോദി 15,000-ഓളം വരുന്ന ഭാരതീയരെയാണ് അഭിസംബോധന ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ ജോസ്, ഭാരതീയരെ ഒന്നാകെ ആവേശം കൊള്ളിക്കുന്ന പ്രഭാഷണം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയത്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിൻ്റെ വലിയൊരു ചുവടുവെപ്പ് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എന്ന് നരേന്ദ്രമോദിയുടെ വാക്കിൽ നിന്നും വ്യക്തമല്ലേ ഐസൺ ജോസ്? തീർച്ചയായും വിനോദ്, നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും രാജ്യത്തിൻ്റെ പുരോഗതിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ രാജ്യത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ പിന്തുണയും, അന്താരാഷ്ട്ര രംഗത്തുള്ള രാജ്യം നൽകുന്ന പിന്തുണയും സംബന്ധിച്ച വിഷയങ്ങൾ തന്നെയാണ്. ഈ രാജ്യം എങ്ങനെ വളരുന്നു, അതായത് 2014 ശേഷം രാജ്യം എങ്ങനെ വളരുന്നു, അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വളർച്ച ലോകത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന രീതിയിൽ ഊന്നിയ വിശദമായൊരു പ്രഭാഷണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. രാജ്യത്തിൻ്റെ ഓരോ വികസന രംഗത്തെയും വികസന നേട്ടത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണം ആരംഭിച്ചതും അതുപോലെ തന്നെ ആ പ്രഭാഷണത്തിലുടനീളം അത്തരത്തിലുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഒരു പൊതുവിജ്ഞാന ശേഖരം എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പുഷ്പ് എന്ന് പറയുന്ന ഒരു ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതിന് ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ ഒരു പൂർണ്ണ രൂപം അദ്ദേഹം നൽകുന്നു. അത് പ്രോഗ്രസീവ്, അൺസ്റ്റോപ്പബിൾ, സ്പിരിച്വൽ, ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് പ്രോസ്പെറസ് ഇന്ത്യ. അത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ട്, ജനകീയ ആശയങ്ങൾ കൊണ്ട് സമൃദ്ധമായ നിരവധി വാക്കുകളും നിരവധി ശൈലികളും പ്രയോഗിച്ചായിരുന്നു പ്രഭാഷണം മുന്നേറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് അമേരിക്കൻ ഇന്ത്യൻ എന്ന് അദ്ദേഹം പുതുതായി തർജ്ജമ ചെയ്യുന്നു. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ, അതായത് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഇന്ന് ഭാരതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭാരതത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അദ്ദേഹം എടുത്തു പറയുന്നു. യൂറോപ്പിനേക്കാൾ കൂടുതൽ, യൂറോപ്പിൻ്റെ ഇരട്ടി വോട്ടർമാരുള്ള ഒരു രാജ്യം, അതുപോലെ തന്നെ അമേരിക്കയുടെ 2 ഇരട്ടിയോളം വോട്ടർമാരുള്ള ഒരു രാജ്യത്ത് മനോഹരമായും സുഗമമായും തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അമേരിക്ക തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. അതുപോലെ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് ഇരു രാജ്യങ്ങളും സാക്ഷിയാകുന്നു എന്നതുൾപ്പെടെയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിയ ശ്രേഷ്ഠതകളെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുന്നേറിയത്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ, ഇന്ത്യ അമേരിക്കൻ വിഷയങ്ങളും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ തന്നെ ജനങ്ങളുടെ ആ ഒരു പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി നീക്കങ്ങൾ സംബന്ധിച്ചും കാര്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞു. പാചകവാതകം ലഭ്യമാക്കിയത് മുതൽ അതുപോലെ തന്നെ ശൗചാലയങ്ങൾ ലഭ്യമാക്കുന്നത്, കുടിവെള്ളം ലഭ്യമാക്കുന്നത്, ഓരോ ദരിദ്രനെയും കണ്ട് അവന് വേണ്ടി പരിഷ്കരണങ്ങളും അതുപോലെ തന്നെ പദ്ധതികളും നടപ്പാക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോഴാണ് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കാൻ ഈ 10 വർഷം കൊണ്ട് സാധ്യമായി എന്ന വലിയൊരു നേട്ടം കൂടി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തത്. മാത്രമല്ല, ഇന്ന് ലോകത്തിന് മുന്നിൽ ഭാരതം എത്ര കണ്ട് അംഗീകരിക്കപ്പെടുന്നു എന്നതിന് തെളിവാണ് ഓരോ നിമിഷവും ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ ഓരോ നിലപാടുകളും ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നമുക്കറിയാവുന്നതാണ്, യുക്രൈനിലും അതുപോലെ തന്നെ പോളണ്ടിലുമെല്ലാം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്, ഒരു സന്ദേശവാഹകനായി താൻ എത്തുന്നു, അത് ശാന്തിയുടെ സന്ദേശമാണ്, യുദ്ധത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന നിലപാട് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കത്തെ ലോകം അംഗീകരിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. പിന്നീട് വികസന രംഗത്തെ വൻ നേട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തും മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്തുമെല്ലാം തന്നെയുള്ള വൻ മുന്നേറ്റങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ ഈ 10 വർഷത്തിനിടെ ഭാരതത്തിലുണ്ടായ പശ്ചാത്തല വികസന സൗകര്യങ്ങളിലെ മുന്നേറ്റം, അതായത് വിമാനത്താവളങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്, അതുപോലെ തന്നെ ദേശീയപാതകളുടെയും അതുപോലെ എക്സ്പ്രസ് ഹൈവേകളുടെയും എണ്ണം വർദ്ധിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ വിസ്തൃതി വർദ്ധിച്ചത്, റെയിൽവേ കണക്ടിവിറ്റി വർദ്ധിച്ചത്. മാത്രമല്ല, ഇനി ഓരോ ഭാരതീയനും ആവശ്യപ്പെടുന്നത് ഒരു റോഡ് മാത്രമല്ല, എക്സ്പ്രസ് ഹൈവേകളാണ്,
ട്രെയിൻ മാർഗം എന്നല്ലെങ്കിൽ ട്രെയിൻ യാത്രാ സൗകര്യമല്ല, മറിച്ച് ഹൈ സ്പീഡ് ട്രെയിനുകളാണ്. അത്തരത്തിലുള്ള വളരെ ഭാവനാസമ്പന്നമായ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. മറ്റൊരു പ്രധാന വിഷയം ബോസ്റ്റണിലും അതുപോലെ തന്നെ ലോസ് ഏഞ്ചൽസിലും 2 കോൺസുലേറ്റുകൾ കൂടി സ്ഥാപിക്കുമെന്ന് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി നൽകിയ മറ്റൊരു വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചപ്പോൾ സിയാറ്റിലിൽ പുതിയൊരു കോൺസുലേറ്റ് സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നു. ആ കോൺസുലേറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുവെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ നിരവധി ഇടങ്ങളിൽ ചെല്ലുമ്പോൾ, അതായത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും ഭാരതീയരുണ്ട്. ആ ഭാരതീയരെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ അവിടുത്തെ നേതാക്കന്മാർ പറയാറുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെത്തിയപ്പോഴും ജോ ബൈഡൻ അക്കാര്യം തന്നെ പറഞ്ഞു. ഭാരതീയരുടെ സംഭാവന നിസ്തുലമാണ് അമേരിക്കയുടെ വികസന കാര്യത്തിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുന്നേറ്റത്തിലുമെന്ന് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം ഓർത്തെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നിരവധിയായ ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടുകൾ നിറഞ്ഞ വിവിധങ്ങളായ സഹകരണങ്ങളൊക്കെ സംബന്ധിച്ചും അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ അറിയിച്ചു. നമുക്കറിയാവുന്നതാണ്, ലോകത്തെ കാർബൺ പുറന്തള്ളലിൽ ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് കേവലം 4% കാർബൺ എക്സോസ്റ്റ് മാത്രമാണ്. എന്നാൽ ആ കാർബൺ എക്സോസ്റ്റ് കൂടി ഇല്ലാതാക്കി ഒരു പരിസ്ഥിതി സൗഹൃദ ഇന്ധനത്തിലേക്ക് മാറുന്നതിനുള്ള കാര്യക്ഷമമായ നീക്കങ്ങൾ ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നു. സോളാർ എനർജിയിലൂടെയും വിൻഡ് എനർജിയിലൂടെയും ആണവ ഇന്ധനം പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ഈ ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ പുറന്തള്ളലിനെ നിയന്ത്രിക്കാനുള്ള നീക്കങ്ങളിൽ വളരെ ചെറിയൊരു സംഭാവന അല്ലെങ്കിൽ ചെറിയൊരു ഇടപെടൽ മാത്രം ആ രംഗത്ത് നടത്തുന്ന ഒരു രാജ്യത്തിന് ഇനിയും ആ രീതിയിൽ തന്നെ ഹൈഡ്രോ കാർബണുകൾ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധ്യത നിലനിൽക്കെ തന്നെ അത്തരമൊരു നീക്കമല്ല, ലോകത്തിന് വേണ്ടിയുള്ള നിലപാടുകളാണ് എന്ന് ഉറക്കെ പറയുന്നതാണ് ഇത്തരത്തിലുള്ള ആധുനിക പാരമ്പര്യേതര ഇന്ധനത്തിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാക്കാനുള്ള നീക്കങ്ങൾ. അതുപോലെ തന്നെ ജൈവ ഇന്ധന വിഷയങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി എടുത്തു പറയുകയും ചെയ്തു. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പരിസ്ഥിതി അനുകൂല ആഗോള വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ വികസന ധാരയിലേക്ക്, ഭാരതത്തിൻ്റെ അതിർത്തികൾക്കപ്പുറമുള്ള വികസന ധാരയിലേക്ക്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൗരാണികതയെ ഊന്നിപ്പറയുന്ന ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരത്തിൻ്റെ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള വിവിധങ്ങളായ മേഖലകൾ സ്പർശിച്ചുകൊണ്ടുള്ള മനോഹരമായൊരു പ്രഭാഷണം അല്ലെങ്കിൽ അർത്ഥസമ്പുഷ്ടമായൊരു പ്രഭാഷണം തന്നെയാണ് ഇന്ന് ന്യൂയോർക്കിൽ പ്രധാനമന്ത്രി നടത്തിയത്. തീർച്ചയായും ഐസൺ, അങ്ങനെ തന്നെ വേണം കരുതാൻ. വളരെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ഇത്തവണ US സന്ദർശനം നടത്തിയത്. അത്തരത്തിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ വലിയ പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഭാരതം വലിയ നേട്ടം കൈവരിക്കുന്നു എന്നുള്ള വലിയ അഭിപ്രായങ്ങൾ, പിന്തുണ ഒക്കെ സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹം ന്യൂയോർക്കിൽ ഭാരതീയരെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നതും. അവിടെയും അദ്ദേഹം പറഞ്ഞത് സ്ത്രീ ശാക്തീകരണത്തിൽ പ്രത്യേകിച്ചും ഭാരതം നൽകുന്ന സംഭാവനകളെ അദ്ദേഹം എടുത്തു പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി പറയുമ്പോഴും നേരത്തെ ഐസൺ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക അതിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക്, അതിൻ്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെ അമേരിക്ക ഒരു പ്രധാനപ്പെട്ട വനിതാ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും ഭാരതം കൈവരിക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൽ കൈവരിക്കുന്ന നേട്ടങ്ങൾ, പ്രത്യേകിച്ചും പൈലറ്റ് രംഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന മുന്നേറ്റങ്ങളുമൊക്കെ പ്രധാനമന്ത്രി എടുത്തു പറയുമ്പോൾ അതിന് മറ്റു ചില രാഷ്ട്രീയ അർത്ഥങ്ങൾ കൂടി കണക്കാക്കേണ്ടതില്ലേ ഐസൺ? തീർച്ചയായും വിനോദ്, ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ തുല്യതയുടെ ആശയങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വിഷയം പരാമർശിക്കുമ്പോൾ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാവുന്നതാണ്, ഈ ഡ്രോൺ പൈലറ്റുമാർ, അതായത് കാർഷിക രംഗത്ത് സാങ്കേതിക വിദ്യയെ സംയോജിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഡ്രോൺ പൈലറ്റ്, അതായത് കൃഷിയിടങ്ങളിൽ മരുന്നും വളവുമെല്ലാം തന്നെ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ മരുന്ന് തെളിക്കുന്നതിനും മറ്റും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്തുകയും ആ ഡ്രോണുകളുടെ പൈലറ്റുകളായി നിരവധി വനിതകൾ, 1 ലക്ഷത്തോളം വനിതകളെ അതിന് പരിശീലിപ്പിക്കുകയും ചെയ്തു. ഡ്രോൺ ദീദി എന്ന പേരിൽ അവരുടെ ആ ഒരു പരിശീലന പദ്ധതിയെ ഈ രാജ്യം മുഴുവൻ വ്യാപകമാക്കുകയും ചെയ്തു. അത്തരത്തിൽ സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ അറിവിൻ്റെ അല്ലെങ്കിൽ കാര്യക്ഷമമായ ആധുനിക പ്രവർത്തന രീതികളുടെ എല്ലാം തന്നെ ആ ഒരു പ്രയോജനം സ്ത്രീ സമൂഹത്തിനും ഉറപ്പാക്കുക, അതുവഴി സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക, സ്വയം പര്യാപ്തരാക്കുക എന്നൊരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് 3 കോടിയോളം വീടുകൾ നിർമ്മിച്ചു നൽകിയതിൽ ആ നിർമ്മിച്ചു നൽകിയ വീടുകളെല്ലാം തന്നെ സ്ത്രീകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വത്തിലുള്ള അവകാശം ഉറപ്പിക്കുന്നതിനും അത് ഭൂസ്വത്ത് അവർക്ക് ഉറപ്പാക്കുന്നതിനും കിടപ്പാടം ഉറപ്പാക്കുന്നതിനുമുള്ള സാധ്യതകൾ വരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്,
സൗജന്യ പാചകവാതക വിതരണ പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ വൈദ്യുതി വിളക്കുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുണ്ട്. അത്തരത്തിലുള്ള നിരവധി പദ്ധതികളിലൂടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് 33% റിസർവേഷൻ എന്നതുൾപ്പെടെയുള്ള പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമനിർമ്മാണ സഭകളിലേക്ക് റിസർവേഷൻ എന്ന ഉൾപ്പെടെയുള്ള ആശയത്തെ പോലും മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും സ്ത്രീ ശാക്തീകരണം അനിവാര്യമായൊരു ഘടകമാണ്. തൊഴിൽ പ്രാതിനിധ്യത്തിലും അതുപോലെ തന്നെ തൊഴിൽ വിതരണത്തിലും സ്ത്രീകളുടെ സാന്നിധ്യം ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട്. വൈവിധ്യങ്ങളാർന്ന തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സ്ത്രീപക്ഷ ഒരു ജെൻഡർ സെൻസിറ്റീവ് രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ജെൻഡർ സെൻസിറ്റീവ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനുപരി അത് ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട കുറേ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വിപ്ലവകരമായൊരു മാറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു ആശയത്തെ തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. തീർച്ചയായും വികസനോന്മുഖ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയുടെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രായോഗികവൽക്കരണം തന്നെയാണ്, പ്രയോഗത്തിലുള്ള രീതി തന്നെയാണ് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞത്. അത് കേവല കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നതിനപ്പുറം ഭാവിയിൽ, അതായത് 10 or 100 വർഷങ്ങളിലേക്ക് നീളുന്ന അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളിലേക്ക് നീളുന്ന ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മഹത്തായ ഉദാഹരണത്തിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളും അവർക്ക് വേണ്ടിയുള്ള അവകാശ ബോധവൽക്കരണത്തെക്കുറിച്ചും കൃത്യമായി പ്രധാനമന്ത്രി സംസാരിച്ചത്. വളരെ വ്യക്തമാണ് ഐസൺ. നമ്മൾക്കറിയാം, അടുത്ത കാലത്ത് നരേന്ദ്രമോദി നടത്തിയ വിദേശ സന്ദർശനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർശനം തന്നെയാണ് ന്യൂയോർക്കിൽ ഇത്തവണ നടത്തിയത്. അവിടെ ഭാരതീയരെ അഭിസംബോധന ചെയ്തുകൊണ്ട് 15,000-ഓളം വരുന്ന ഭാരതീയരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആവേശമുണ്ടാകുന്ന തരത്തിൽ, പ്രവാസികൾക്ക് മാത്രമല്ല ഭാരതീയർക്ക് കൂടി ആവേശമുണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്. അതിന് ലോകം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.